ബംഗ്ലാദേശിലെ ഹിന്ദു ഗ്രാമത്തിൽ നിന്നടക്കം 342 ഹിന്ദു പെൺകുട്ടികളെ കാണാതായി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ യുനെസ് ഭരണകൂടമാകട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും ന്യൂനപക്ഷ സംരക്ഷണ സംഘടനകളടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ സ്ഥിരീകരണം നടത്തിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നും ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. വളരെ ഭയം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവിടെ ജീവിക്കാൻ പോലും തങ്ങൾക്ക് പേടിയാകുന്നുവെന്നും അതിർത്തികൾ തുറന്നു നൽകണമെന്ന അപേക്ഷ ഇന്ത്യക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം രംഗത്ത് വന്നതടക്കം വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. എന്നാൽ ഈ വിഷയത്തോട് ഇതുവരെയും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആയതിനാൽ തന്നെ ജനം ജാഗ്രതയോടെയാണ് അവിടെ മുന്നോട്ട് നീങ്ങുന്നത്. 342 ഹിന്ദു പെൺകുട്ടികളെ ബംഗ്ലാദേശിൽ കാണാനില്ല എന്നത് റിപ്പോർട്ടുകൾ വലിയ ഞെട്ടലാണ് ഉളവാക്കുന്നത്. ഇതേക്കുറിച്ച് ബംഗ്ലാദേശ് സർക്കാർ അവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ പോലും ഈ സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കാണാതായവരിൽ പലരും കൗമാരക്കാരാണ് എന്നതാണ്, അല്ലെങ്കിൽ കൗമാരക്കാരായ പെൺകുട്ടികളാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിനു മുൻപും ഒരു ഹിന്ദു ഗ്രാമത്തിൽ നിന്നുകൊണ്ട് 45 പെൺകുട്ടികളെ ബലം പ്രയോഗിച്ച് തന്നെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നിരന്തരമായി തന്നെ അവിടെ ഹിന്ദു പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതായും നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്.